ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ്. അത് തെറ്റാണ്. ഐറിഷാണ്. ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. ശരിയാണ്. ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. ശരിയാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. നോക്കാം. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ ഓപ്ഷൻ, ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾ അംഗീകാരം നൽകാതിരിക്കാം. ശരിയാണ്. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അതും ശരിയാണ്. മൂന്നാമത്തെ തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 91ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതി തന്നെയാണ്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ശരിയാണ്. അപ്പം ശരിയായിട്ടുള്ളത് 2ഉം 3ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓപ്ഷൻ ഡി ആണ് സി വിജിൽ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. തെറ്റാണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലും മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലുമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യം പൊതു തൊഴിൽ തുല്യ അവസരമാണ് പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതിയാണ്. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് രാഷ്ട്രത്തലവൻ്റെ പേരാണ്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി ആണ് 40. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ശരിയാണ്. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. ശരിയാണ്. ഇതിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. തെറ്റാണ്. ന്യൂഡൽഹിയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർമാൻ. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം 4ഉമാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കാം. ശരിയാണ്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധിക്കാൻ വേണ്ടി തിരിച്ചയക്കാം. ശരിയാണ്. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. ശരിയാണ്. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. അത് തെറ്റാണ്. അപ്പം ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 104ാം ഭേദഗതി.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഇന്ത്യയിലെ നിയമസഭ, ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951 ശരിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. പേരും പടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. 42-ാം ഭേദഗതി ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 44-ാം ഭേദഗതി വകുപ്പ് 300A 1978. 73-ാം ഭേദഗതി 11-ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 86-ാം ഭേദഗതി വകുപ്പ് 21A വിദ്യാഭ്യാസ മൗലിക അവകാശം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 42-ാം ഭേദഗതി ചെറിയ ഭരണഘടന, മൗലിക കടമകൾ. 44-ാം ഭേദഗതി വകുപ്പ് 300A 1978. 73-ാം ഭേദഗതി 11-ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 86-ാം ഭേദഗതി വകുപ്പ് 21A വിദ്യാഭ്യാസ മൗലിക അവകാശം. ഇതാണ് ശരിയായിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? വിദ്യാഭ്യാസം ഉൾപ്പെട്ടതാണ്, വനങ്ങൾ ഉൾപ്പെട്ടതാണ്, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. അപ്പോൾ എല്ലാം ശരിയാണ്. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ആമുഖമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമായ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18 ശരിയാണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44 തെറ്റാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൻ്റെ ഏതു രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നു. വകുപ്പ് 17 ശരിയാണ്. മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച പണി ചെയ്യിക്കലിൻ്റെയും നിരോധനം. വകുപ്പ് 23 ശരിയാണ്. അപ്പം കൂട്ടത്തിൽപ്പെടാത്ത ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റുമാണ്. വിദ്യാഭ്യാസവും വനവും കൺകറൻറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നു. ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും ശരിയാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. ശരിയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം 19-നകത്ത് പെടുന്നതാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിട്ടുള്ള ആശയങ്ങൾ. പാർലമെൻ്ററി സമുദായവും നിയമവാഴ്ചയുമാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ട് വരുന്നത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് ശരി. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. സംസ്ഥാന ലിസ്റ്റിൽ ജയിൽ, മദ്യം, വാണിജ്യം. കൺകറൻറ്റ് ലിസ്റ്റിൽ വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. ശരിയാണ്.
12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ തെറ്റാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിനാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ ബി ആണ് ശരി. ചുവടെ ചേർക്കുന്നതിൽ സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ളത് സ്വത്ത് അവകാശം ഒരു നിയമാവകാശമാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങൾ ഇടപെടാതിരിക്കുക. ശരിയാണ്. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. ശരിയാണ്. വ്യക്തികൾ നികുതി അടയ്ക്കുക. തെറ്റാണ്. രക്ഷാകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ശരിയാണ്. അപ്പോൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തധികാരത്തിൽ എന്നാണ്? തെറ്റാണ്. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നത് വകുപ്പാണ് 256. തെറ്റാണ്. 226 ആണ്. സുപ്രീം കോടതിന് 32. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 4 മാത്രമാണ്. ഓപ്ഷൻ ബി ശരി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് നീതിന്യായ പുനഃപരിശോധന, അവശിഷ്ടാധികാരം എന്നിവയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളത് നിയമവാഴ്ച എന്ന ആശയം, പാർലമെൻ്ററി സമ്പ്രദായം. ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പെടാത്തത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ശരി, 3 തെറ്റ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്: അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ശരിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1ഉം 3ഉം ശരി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു. ശരിയാണ്. ബ്രിട്ടീഷ് പ്രവശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ശരിയാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവശ്യകൾ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ശരിയാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. ശരിയാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 3 തെറ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്തത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഉൾപ്പെടാത്തത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് 3ഉം 4ഉമാണ്. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇത് 2ഉമാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ചുവടെ ചേർക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അത് തെറ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പം തെറ്റായിട്ടുള്ളത് 1ഉം 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്ക് 2 സഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. ശരിയാണ്.
കർണാടകം, ബീഹാർ എന്നിവയ്ക്ക് ഇരുസഭകളുള്ള നിയമനിർമ്മാണ സഭകളാണുള്ളത്. ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നിവയ്ക്ക് ഇരുസഭകളുള്ള നിയമനിർമ്മാണ സഭയാണുള്ളത്. തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി കറക്റ്റ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. ശരിയാണ്. മൗലിക അവകാശങ്ങൾ ന്യായവധാർഹങ്ങളാണ്. ശരിയാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ശരിയാണ്. ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. തെറ്റാണ്. 21 വകുപ്പിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. തെറ്റായിട്ടുള്ളത് 2ാമത്തെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നതുവരെ ഏതാണോ ആദ്യം അതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ശരിയാണ്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. ശരിയാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ചുമതലകൾ. ഇതെല്ലാം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. തെറ്റാണ്. മൊറാർജി ദേശായിയാണ്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ശരിയാണ്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ശരിയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A വകുപ്പിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 16 വകുപ്പാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചു. ശരിയാണ്. കമ്മീഷനിൽ 5 അംഗങ്ങളുണ്ടാവും. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരി, 4 തെറ്റ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 2002 86 ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്.